ഹായ് ഹലോ 12th മാച്ചിലേക്കും വീണ്ടും സ്വാഗതം. ചെന്നൈയിൻ എഫ് സിക്കെതിരെയുള്ള ഒരു മാച്ച് നമ്മൾ 3-0 എന്നുള്ള സ്കോർ ലൈനിൽ ഇതുവരെ സ്കോർ ചെയ്തതിൽ നമ്മൾ ഒരു ബിഗ് സ്കോർ ലൈനിൽ തന്നെ നമ്മൾ ജയിച്ചിരിക്കുകയാണ്. സോ ദിസ് വീഡിയോ ഈസ് ദ പോസ്റ്റ് മാച്ച് ടോക്ക് അഗെയിൻസ്റ്റ് ചെന്നൈയിൻ എഫ് സി. ആ ഒരു മാച്ചിൻ്റെ പോസ്റ്റ് മാച്ച് ടോക്ക് ആയിരിക്കും. സോ ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയാനെന്ന് വെച്ചാൽ പല കാര്യങ്ങളും ഉണ്ട്. മേജറായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ഫോർമേഷനിൽ വന്ന ചേഞ്ചുകൾ തന്നെയാണ്. ഈ ഒരു മാച്ചിൽ നമുക്ക് സച്ചിൻ സുരേഷിനെ കാണാൻ പറ്റി, തിരിച്ചു വരുന്ന പെപ്രേനെ കാണാൻ പറ്റി, ആൻഡ് നോവ സദോയ്. വാട്ട് എ പ്ലാൻ മാൻ, നോവ സദോയ്. എൻ്റെ അമ്മോ, യജാതി കളിയാണ് ആ മനുഷ്യൻ കളിക്കണം. എത്ര കമ്മിറ്റ്മെൻ്റാണ് നമ്മുടെ ടീമിൻ്റെ അടുത്ത് കാണിക്കുക. എൻ്റെ മോനെ സീൻ തന്നെ. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഫൈനലി രാഹുൽ സ്കോർ ചെയ്തിരിക്കുകയാണ്. ആൻഡ് രാഹുൽ നമ്മുടെ ടീമിൻ്റെ ഫസ്റ്റ് ഇന്ത്യൻ സ്കോററും കൂടി ആവുകയാണ് ഈ സീസണിൽ. ഇതുവരെ ഒരു ഇന്ത്യൻ സ്കോററും നമ്മുടെ ടീമിന് ഉണ്ടായിട്ടില്ല. സോ അതും നമ്മുടെ ടീമിന് ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. പിന്നെ ഈ ഒരു മാച്ചിൽ നമുക്ക് പറയാനുള്ളത് ഗോൾ കീപ്പിങ്ങിൻ്റെ കാര്യം തന്നെയാണ്. ഗോൾ കീപ്പിങ്ങിൽ സച്ചിൻ വന്നതിൻ്റെ ഒരു വലിയ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ പറ്റി. പല സമയത്തും ഈവൻ സച്ചിന് വരെ ചില സമയത്ത് സ്മോൾ മിസ്റ്റേക്സ് എല്ലാ പ്ലെയറിനും ഉണ്ടാവണ പോലെ സച്ചിനും വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കാണാൻ പറ്റുന്നത്. ബട്ട് സോംകുമാറിന് ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മ മാത്രമാണ് സോംകുമാറിനെ ഒന്ന് ബാക്കിലേക്ക് നിർത്തുന്നത്. ബട്ട് അവർ സെക്കൻഡ് ഗോൾ കീപ്പർ ഈസ് ഗോണ ബി സോംകുമാർ ഇറ്റ് സെൽഫ്. നോറയ്ക്ക് ഒരു ചാൻസ് കൊടുക്കണം എന്ന് ഉണ്ടായിരുന്നു. ബട്ട് അതിൻ്റെ മുമ്പ് തന്നെ സച്ചിൻ ഫുൾ മാച്ച് ഫിറ്റ്നസ്സോടെ വന്നിരിക്കുകയാണ്. സോ ഈ മാച്ച് എങ്ങനെയായാലും വണ്ടർഫുൾ മാച്ച് തന്നെയാണ്. കൊറോന മാറ്റി രാഹുലിനെ ഇറക്കിയപ്പോൾ ഒരു ചെറിയൊരു ഇത് തോന്നി. ബട്ട് രാഹുൽ അതൊക്കെ മാറ്റിയിരിക്കുകയാണ്. രാഹുൽ നന്നായിട്ട് തന്നെ എഫേർട്ട് ഇട്ട് കമ്മിറ്റ്മെൻറ്റോടെ കളിച്ചു. ആൻഡ് നമുക്കൊരു ക്ലീൻ ഷീറ്റും കൂടി കിട്ടിയിരിക്കുകയാണ് ഈ ഒരു സീസണിലെ ഫസ്റ്റ് ക്ലീൻ ഷീറ്റ്. ആൻഡ് 20 മാച്ചിന് ശേഷമാണ് നമുക്കൊരു ക്ലീൻ ഷീറ്റ് കിട്ടുന്നത്. നമ്മൾ കഴിഞ്ഞ സീസണും കൂടി ചേർത്ത് പറയുകയാണെന്ന് വെച്ചാൽ. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ വണ്ടർഫുൾ മൂമെൻറ്റ് ഫോർ അവർ ടീം. എന്തായാലും ഇതേപോലെ തന്നെ ഈ ഒരു സ്പിരിറ്റോടെ തന്നെ ഈ ഒരു കമ്മിറ്റ്മെൻറ്റോടെ കൂടെ തന്നെ നമുക്ക് പോകണം. ആൻഡ് ലൂണ, എൻ്റെ അമ്മ പഴയ ഒരു ലൂണ വന്നൊരു ഫീലാണ് കളി കാണുമ്പോൾ തോന്നിയത് പല നേരത്തും. ആൻഡ് ഹി മെയ്ഡ് ചാൻസസ് ആൻഡ് ഓൾസോ ഹാവ് എ അസിസ്റ്റ്. എന്തായാലും ഒരു അസിസ്റ്റും കൂടി കൊടുത്തിരിക്കുകയാണ്. പഴയ ലൂണ വന്ന പോലെ തോന്നി. എഞ്ചിൻ ഓഫ് ചെയ്യാതെ ഓടുന്ന ലൂണേനെ കണ്ടൊരു ഫീല് അത്രയ്ക്കനെയാണ്. സോ ഗായ്സ്, നമ്മുടെ ടീം തിരിച്ച് വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സോ ചെന്നൈ ലോസ്റ്റ് അഗെയിൻസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ബിലോ. എന്തായാലും അപ്ഡേറ്റ്സും കാര്യങ്ങളും ഷെയർ ചെയ്യണമായിരിക്കും. ആദ്യം അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കി വയ്ക്കുക. കാരണം നമ്മൾ ആദ്യം കമ്മ്യൂണിറ്റി ടാബ് വഴിയാവും ഷെയർ ചെയ്യുന്നുണ്ടാവുക. സോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.